ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ദുൽഖർ സൽമാൻ്റെ അപ്ഡേറ്റുമായിട്ടാണ്. ഇനി വരാൻ പോകുന്ന അപ്കമിങ് മൂവീസ് ദുൽഖർ സൽമാൻ്റെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആകാശമെല്ലോ ഒക്കത്തര എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. അത് തെലുങ്കിലാണ് വരുന്നത്. ഈ മാസം ഓഗസ്റ്റ് 6 റിലീസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു മൂവി എന്ന് പറഞ്ഞാൽ ലോകയാണ്. അത് ചാപ്റ്റർ 1 എന്നതിലാണ് ഇരിക്കുന്നത്. ചന്ദ്ര ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അതിൽ ദുൽഖർ സൽമാൻ ഇൻവോൾവ് ആയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസാണ് ചെയ്യുന്നത്. പ്രൊഡ്യൂസറാണ് ഇയാൾ. എന്തായാലും ഇതിൻ്റെ ഒരു റിലീസൊക്കെ ഏകദേശം ഓഗസ്റ്റൊക്കെ ആകുമ്പോഴൊക്കെയാണ് പ്രതീക്ഷ. 2025 ഇല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആയിട്ടാണ് ഇവർ റിലീസ് ചെയ്യാൻ ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വരട്ടെ. എന്തായാലും ഒരു മലയാളത്തിൻ്റെ ആദ്യത്തെ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആയിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ലോക എന്ന ചാപ്റ്റർ 1 ചന്ദ്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി വരാൻ പോകുന്ന ദുൽഖർ സൽമാൻ്റെ കാന്ത. തമിഴാണ് തെലുങ്കിലാണ് വരാൻ പോകുന്നത്. ദുൽഖർ സൽമാൻ്റെ ഇതിൽ ഇദ്ദേഹം പ്രൊഡ്യൂസറാണ്. അതോടൊപ്പം തന്നെ ഇതിൽ സ്റ്റാറുമാണ്. ഇദ്ദേഹം നല്ലൊരു പ്രധാന വേഷം ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സിനിമ ഒരു പീരിയഡിക് മൂവിയാണ്. എന്ന് വെച്ചാൽ 1950 മദ്രാസിലുണ്ടായ ഒരു മദ്രാസിനെ ബേസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം അതൊരു പീരിയോഡിക്കൽ സ്റ്റാറെന്നും ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഈ വർഷം തന്നെ ഒക്ടോബർ മാസത്തിലാണ് അത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അണിയറ പ്രവർത്തകരുടെ റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി വരാൻ പോകുന്ന വാൻ ഒരു തമിഴ് മൂവിയാണ്. റൊമാൻറ്റിക് കോമഡീസ് ആണ് ഇതൊരു മൂവി. എന്തായാലും ഇതിൻ്റെ സ്റ്റാർ ചെയ്തുകൊണ്ട് ദുൽഖർ സൽമാൻ എക്സ്പെക്ട് റിലീസ് ഓൺ November 25 വെച്ചാൽ ഒരു നവംബർ ഈ വർഷം തന്നെയാണ് ഇതും റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതിലേക്ക് നമ്മുടെ കല്യാണ പ്രിയദർശിനിയുണ്ട്, പ്രിയ ഭവാനി ശങ്കർ ഉണ്ട്, പിന്നെ കർബന്ത എന്ന് പറഞ്ഞ കുറേ ആക്ടേഴ്സും ഇതിലുണ്ട്. എന്തായാലും ഇതൊരു കോമഡി ആൻഡ് റൊമാൻറ്റിക് മൂവി ആയതുകൊണ്ട് തന്നെ വളരെയധികം വ്യത്യസ്തമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തായാലും ദുൽഖറിൻ്റെ ഈ മൂവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ മൂവി പുരാനൂറു. അങ്ങനത്തെ ആയിരിക്കും വായിക്കുന്നു വിചാരിക്കുന്നു. ഒരു തമിഴ് മൂവി തന്നെയാണ് ഇതും. ഇത് ദുൽഖർ സൽമാൻ്റെ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതും ഒക്ടോബർ മാസമാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വർഷമല്ല, 2026 ഒക്ടോബറായിരിക്കും ഇത് റിലീസ് ചെയ്യുന്നത്. കാരണം ഇനിയും ഒരു വർഷം കൂടി കറക്റ്റ് 1.5 വർഷമൊക്കെ ഉണ്ട്. എന്തായാലും ഈ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ അധികം ഇദ്ദേഹം അപ്കമിങ് ആയിട്ട് കാണിക്കുന്ന വേറൊരു മൂവീസ് എന്ന് പറയുന്നത് ഇതെല്ലാം പ്രൊജക്റ്റ് കേട്ടിട്ടുണ്ട്. ഇത് കൺഫേം ആയിട്ട് ഒഫീഷ്യലായിട്ട് അവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇത്രയും പറഞ്ഞ സിനിമകളും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത സിനിമകളാണ്. ഇനിയൊരു ഭയങ്കര കാമുകൻ പറഞ്ഞൊരു സിനിമ വരുന്ന പോകുന്നുണ്ട്. അതും ഒരു ആളെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഓതിര കട്ടകമ്മുണ്ട്. അതും ഒരു വരുന്നുണ്ട്. ഒരു 1964 വാറിനെ ബേസ് ആയിട്ടുള്ള സിനിമയാണെന്നാണ് പറഞ്ഞൊരു പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സൂര്യ 43 ഇദ്ദേഹം ഉണ്ടെന്നുള്ളൊരു ഒരു കിംവദന്തികളൊക്കെ ഉണ്ട്. എന്തായാലും അതും ഉണ്ടാവട്ടെ. അങ്ങനെ സൂര്യ 43 ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസോടുകൂടി നല്ല അടിപൊളി സിനിമയാവട്ടെ. പിന്നെ ഐ എം ഗെയിം അതും മലയാളത്തിൽ ഓൾറെഡി അനൗൺസ് ചെയ്താണ്. ഇപ്പോൾ അതിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും എന്തായാലും ആൻ്റണി വർഗീസെ കൂടിയിട്ടുള്ളൊരു ആദ്യത്തെ പടമാണ്. എന്തായാലും അടിപൊളി ഒരു കിടക്കാച്ചി പടമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒരു അൺടൈറ്റിൽ മൂവി ഉണ്ട്. രാജീവ് ഷെട്ടിയൊക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്ഷനൊക്കെ ആയിട്ടാണ്. ദുൽഖർ സൽമാനും ഒരു രാജീവ് ഷെട്ടിയൊക്കെ ആയിട്ടുള്ളൊരു മൂവിയാണ്. എന്തായാലും അതും അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അപ്ഡേറ്റും വന്നിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ളൊരു ഓൾറെഡി ചെറിയ കമ്മിറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ വരട്ടെ. വന്ന് നമുക്കും രാജീവ് ഷെട്ടി ആയിട്ടുള്ളൊരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട് സ്ക്രീനിലൊക്കെ കാണാം, കണ്ട് ആസ്വദിക്കാം. പിന്നെ ഒരു മൂവി ഉണ്ട്. റാണ ദുഗുബട്ടിയും ദുൽഖർ സൽമാനും കൂടി ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് അദ്ദേഹത്തിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം സിനിമകളൊക്കെ ഒട്ടുമിക്ക സിനിമകളും ഈ വർഷം റിലീസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള സിനിമകളെല്ലാം അടുത്ത വർഷത്തേക്ക് ഉണ്ടാകും. എന്തായാലും ദുൽഖറിൻ്റെ ഒരു തിരിച്ചു വരുമെന്നൊന്നും ഞാൻ പറയത്തില്ല. അദ്ദേഹം ഓൾറെഡി പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. എന്ന് വെച്ചാൽ റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഇൻഡസ്ട്രി മാത്രമല്ല ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് തെലുങ്കിൽ പോയി ഹിറ്റ് അടിച്ച് അവിടുത്തെ ഗാദർ സ്റ്റേറ്റ് ഫിലിം അവിടെയൊക്കെ മേടിച്ചു. ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ CM ആയിട്ടുള്ള രേവന്ത് റെഡ്ഡിയൊക്കെ അദ്ദേഹത്തിന് ഹോണർ ചെയ്യുന്നൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിരുന്നു. അതുപോലെ തന്നെ കന്നഡയിൽ മാത്രമേ അദ്ദേഹം കൈവയ്ക്കാത്തുള്ളൂ. തെലുങ്കിലായാലും തമിഴിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം ഒരേപോലെ തന്നെയാണ്. എന്തായാലും അദ്ദേഹമാണ് റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ ഇൻഡസ്ട്രിയിലും കയറിയിട്ട് അവിടുത്തെ മൂവികൾക്ക് ഹിറ്റ് കൊടുക്കുകയും അവിടുത്തെ മൂവിയിലേക്ക് ഒരു നല്ലൊരു പാർട്ടായി മാറുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തിനെയാണ് ശരിക്കും റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ദുൽഖറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി വരുന്ന സിനിമകളെല്ലാം അദ്ദേഹത്തിൻ്റെ കിടക്കാച്ചി സിനിമകളായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും അതുപോലെ തന്നെയാണ് അതിൻ്റെ ഓരോ അണിയറ പ്രവർത്തകരിൽ നിന്ന് അപ്ഡേറ്റ് കിട്ടുന്നു.
കിട്ടുന്നതനുസരിച്ച് നമുക്ക് തോന്നുന്നു നല്ല നല്ല സിനിമകൾ തന്നെയാണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മലയാളത്തിലൊരു അടിപൊളി സിനിമയായിട്ട് കുറേ അധികം വരുന്നുണ്ട്. എന്തായാലും നമുക്ക് എല്ലാവർക്കും തിയേറ്ററൊക്കെ ഒരു പൂരപ്പറമ്പാക്കി മാറ്റാം. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു ഡയറക്ടറാണ് ഈ ചെറിയ പ്രായത്തിൽ എന്നും കൂടി നമ്മൾ പറയണം, എടുത്തു പറയണം. എന്തായാലും ദുൽഖർ സൽമാൻ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തി ഈ ഒരു അപ്ഡേറ്റുമായി കാണുന്നവരെ ഓക്കെ ബൈ, സീ യു ഗൈസ്.